ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു ഫിഷ് തേങ്ങ അരച്ചിട്ട് കറി വയ്ക്കാൻ പോകണം. നമ്മൾ അതിൽ നമുക്ക് കഴിഞ്ഞ ദിവസം കുറച്ച് വൈറ്റ് പമ്പറ്റ് കിട്ടിയായിരുന്നു. ഇത് മറ്റേ ആഗോലി, വെള്ള ആഗോലി. അപ്പോൾ നമ്മളിന്നത് ഒന്ന് തേങ്ങയൊക്കെ അരച്ചിട്ട് നല്ല കേരള സ്റ്റൈലിലൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കാം. ഓക്കെ, നമുക്കിന്ന് ആ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആഗോലി നമ്മൾ വെട്ടി റെഡിയാക്കി കഴുകി നല്ല ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിതൊരു 10 പീസ് ഉണ്ടായിരുന്നു. നമുക്ക് ഒരു 4 ഞാനിത് ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇഞ്ചി, ഒരു നല്ല മുഴുത്ത കഷ്ണം ഇഞ്ചി ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് ഇടിച്ചെടുക്കണം. അതുപോലെ തന്നെ ചുമന്നുള്ളി, ചെറിയ ഉള്ളി, അതും ഒന്ന് ഇടിച്ച് റെഡിയാക്കി എടുക്കണം, ചതച്ചെടുക്കണം. ചതച്ചാൽ നമ്മളിതിനകത്ത് ഇടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇഞ്ചി ഉള്ളി നമ്മൾ ഇടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആവശ്യമുള്ള സാധനം തേങ്ങ, ഒരു ഹാഫ് തേങ്ങ എടുത്തിട്ടുണ്ട്. നമ്മൾ ഹാഫ് തേങ്ങ നമ്മൾ ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിന് കറിവേപ്പില. അപ്പോൾ ഒരു മാങ്ങ, നല്ല പുളിയുള്ളൊരു മാങ്ങ കിട്ടിയായിരുന്നു, അതും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള അരയ്ക്കാനായിട്ട് ആവശ്യമുള്ള തേങ്ങ മുഴുവനും നമ്മൾ അതിനകത്തേക്ക് ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുത്തു. പച്ചമുളക് നമ്മൾ ഇതിൻ്റെ കൂടെ അരയ്ക്കത്തില്ല, നമ്മളത് കീറി ഇടത്തേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് പടർന്നിട്ട് ഇടും. ഇനി നമ്മളൊരു 2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ, കാരണം നമ്മൾ അധികം എരി ഉപയോഗിക്കുന്നില്ല. ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തു. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് നമ്മളത് നല്ലോണം അരച്ച് നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അത് അരയണം, അതിന് തരിയൊന്നും ഉണ്ടാകാൻ പാടില്ല. നല്ല വൃത്തിയായിട്ട് നമ്മളത് അരച്ചെടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ട് നമ്മൾ ചട്ടിയിലേക്ക് ഒഴിച്ച് എടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതിനാവശ്യത്തിന് ഒരു 2 ഗ്ലാസ് വെള്ളം ചേർത്ത്, നമ്മൾ 2-2.5 ഗ്ലാസ്സെങ്കിലും വെള്ളം വേണം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലവണ്ണം തിളപ്പിക്കണം. തിളപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ മീനും മാങ്ങയും ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇത് നല്ലതായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് നമ്മൾ വെള്ളം അവരവരുടെ മീനിൻ്റെ ഫിഷിൻ്റെ ഇതിനനുസരിച്ച്, അളവിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഓരോരുത്തരുടെയും പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നമ്മൾ അതിന് അളവ് നമുക്ക് പറഞ്ഞാൽ കറക്റ്റ് ആവത്തില്ല. ഓരോ മീനിൻ്റെയും ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് അവരവരുടെ യുക്തിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായി തിളയ്ക്കുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഉള്ളി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നല്ലതായിട്ട് അതൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ അത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഫിഷ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മാങ്ങയും നമ്മൾ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണ്, അപ്പോൾ അതും ചേർത്ത് കൊടുക്കുക. ഇനി നമ്മുടെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. ഇനി അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റ് അങ്ങോട്ട് നന്നായി വെന്ത് വരട്ടെ.
അങ്ങോട്ട് നന്നായി വെന്ത് വരട്ടെ. ഇപ്പോൾ നമ്മുടെ മീൻകറി ഏകദേശം റെഡി ആയിട്ടുണ്ട്, നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അടുത്ത ഒരു പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളതിന് ഒരിത്തിരി ചെറിയ ഉള്ളിയും കടുകും കൂടെ ഒന്ന് പൊട്ടിച്ച് അതിലേക്കൊന്ന് താളിക്കാം. വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ കടുക് അങ്ങോട്ട് പൊട്ടി വരുമ്പോൾ ചെറിയ ഉള്ളി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ചെറിയ ഉള്ളി ഇട്ട് കഴിയുമ്പോൾ ഒരു നല്ല ഒരു ടേസ്റ്റാണ് വരുന്നത്. നമ്മുടെ ഉള്ളി നമ്മൾ താളിച്ച് ചേർത്തേക്കാണ്. ഇപ്പോൾ നമ്മളുടെ തേങ്ങ അരച്ച മീൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ട് നമ്മുടെ ഗ്രേവിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിതിനി ഇത് രുചി നോക്കാനായിട്ട് മോനെ ഫിഷ് ആണെങ്കിൽ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കാണെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, അതെങ്ങനെ ഉണ്ടാവും, കുക്ക് ചെയ്ത് എങ്ങനെ ഉണ്ടാവും. സൂപ്പർ ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അത് നല്ലതായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്, സൂപ്പറാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ബൈ. ഓക്കെ, അപ്പം നമ്മളുടെ ഫിഷ് നമ്മൾ തേങ്ങ അരച്ച് കറി വെച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല സൂപ്പറായിട്ടുണ്ട്. നമ്മുടെ മോനാണ് അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. നല്ല ഗുഡായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫിഷൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ തേങ്ങയൊക്കെ അരച്ച് നല്ല ഗുഡായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് നിങ്ങൾ ലൈക്ക് ചെയ്യുക, പിന്നെ അത് ഷെയർ ചെയ്യുക. മാത്രമല്ല അതിൻ്റെ സബ്സ്ക്രൈബ് ബട്ടണിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല അതിൻ്റെ കമൻസ് നിങ്ങളുടെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ നിങ്ങൾക്ക് നല്ല ഫ്രീ ആയിട്ട് അറിയിക്കാം. അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്ന വരെ നമുക്ക് ബൈ, ഗോഡ് ബ്ലസ് യു.